സ്പോർട്ടിയർ ആയിട്ടുള്ള ഒരു ഹാച്ച് ബാക്കിൽ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഹുണ്ടായുടെ i20 എന്ന് പറഞ്ഞ മോഡൽ. ഒഫീഷ്യലായിട്ട് അതിന്റെ ഇമേജസ് റിവീൽ ചെയ്തിരിക്കുകയാണ് കമ്പനി തന്നെ. ഞാൻ ആൽബിൻ വർഗീസ്, എല്ലാവർക്കും ടോർക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. i20 എന്ന് പറഞ്ഞ മോഡൽ ഏകദേശം ജൂണോട് കൂടി ലോഞ്ച് ചെയ്യും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പിക്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റീരിയറിന്റെ പിക്ചേഴ്സ് ആണ്. കൂടുതൽ സ്പോർട്ടിയറും അതുപോലെ തന്നെ കൂടുതൽ സ്റ്റൈലിഷുമായ ഒരു ഡിസൈനിലാണ് പുതിയ ഹുണ്ടായി i20 വരുന്നത്. ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് പുതിയ ഒരു DRL ലൈറ്റ് തന്നെയാണ്. ഒരു കുളത്തിന്റെ രീതിയിലുള്ള ഒരു ഹുക്കിന്റെ ഷേപ്പിലുള്ള ഒരു DRL ലൈറ്റ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കിൽ LED DRL പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് ഷേപ്പോട് കൂടിയിട്ടുള്ള ഒരു LED DRL ആണ് വരുന്നത്. ഫ്രണ്ട് ഗ്രില്ലിന്റെ ഡിസൈൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഹണികോം ഡിസൈനിലുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ലാണ് വരുന്നത്. അതും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു ഹണികോം ഗ്രില്ലാണ് വരുന്നത്. ചിലപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ഈ ഒരു ഹണികോം ഗ്രില്ല് ചേഞ്ച് ആയിട്ട് ഒരു കാസ്കാഡിംഗ് ഗ്രില്ല്, നമ്മളിപ്പോൾ പുതിയ ക്രിറ്റയിൽ വന്നിട്ടുള്ള ഒരു കാസ്കാഡിംഗ് ഗ്രില്ല് പോലത്തെ ഒരു ഗ്രില്ലാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ ക്രിറ്റ എന്ന് പറയുമ്പോൾ 2020 ക്രിറ്റയിൽ വന്നിട്ടുള്ള ആ ഒരു കാസ്കാഡിംഗ് ടൈപ്പിലുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ല് ആവാനുള്ള സാധ്യത പുതിയ i20 ഇന്ത്യൻ മോഡലിൽ വരാനുള്ള സാധ്യത ഉണ്ട്. 16 ഇഞ്ചോട് കൂടിയിട്ടുള്ള ഒരു ഡ്യുവൽ ടോൺ അലോയ് വീൽസ് ആണ് വരുന്നത്. വളരെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡിസൈനോട് കൂടിയിട്ടുള്ള അലോയ് വീൽസ് ആണ് പുതിയ i20 വരുന്നത്. പുതിയ ഒബ്ജക്ട് റിയർ വ്യൂ മിറർ എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ്. അതിന്റെ ഒപ്പം തന്നെ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റും ഒബ്ജക്ട് റിയർ വ്യൂ മിററിൽ കൊടുത്തിട്ടുണ്ട്. റൂഫ് ടോപ്പിലുള്ള ആന്റിന എന്ന് പറയുന്നത് ഒരു ഷാർക്ക് ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ആന്റിനയാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്ന ഹുണ്ടായി i20 കളർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറിലുള്ള ഒരു ബോഡി കളറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു റൂഫിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു മെറ്റാലിക് ബ്ലാക്ക് കളറിലാണ് റൂഫിന്റെ കളർ ഹുണ്ടായി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പില്ലേഴ്സിന്റെ കളർ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ട്രീറ്റ്മെന്റിലുള്ള ഒരു കളറോട് കൂടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ടെയിൽ ലൈറ്റിനെയും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു തിൻ ആയിട്ടുള്ളൊരു LED സ്ട്രിപ്പ് DRL ആയിട്ടുള്ള ഒരു സ്റ്റോപ്പ് ലൈറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ അടുത്ത് വന്നത് നമ്മുടെ വോക്സ് വാഗന്റെ ടൈഗൺ എന്ന് പറഞ്ഞ മോഡലിലും ഈ സെയിം ഡിസൈനിലുള്ള LED DRL വന്നിട്ടുണ്ട്. ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുന്ന ഇമേജസിലെ ഇന്റീരിയറിന്റെ ഇമേജസ് അവർ റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് നമുക്കൊരു ഇന്റീരിയറിന്റെ കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് സ്പൈ ഷോട്ട് കിട്ടിയിരിക്കുന്ന ഇന്റീരിയറിന്റെ ഇമേജ് വെച്ചിട്ട് ഒരു മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടച്ച് സ്ക്രീനും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവും ആയിരിക്കും. അതുപോലെ തന്നെ ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് കൺസോൾ ആയിരിക്കും വരാൻ പോകുന്ന ഹുണ്ടായി i20 ഉണ്ടാവുക. അതുപോലെ തന്നെ ബ്ലൂ ലിങ്ക് ഇന്റർനെറ്റ് കണക്ടിംഗ് ടെക്നോളജി വെച്ചിട്ടുള്ള ഒരു കാർ ആയിരിക്കും വരാൻ പോകുന്ന ഹുണ്ടായി i20. വരാൻ പോകുന്ന ഹുണ്ടായി i20 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ടായിരിക്കും. സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ് ആയിരിക്കും കൂടുതലും. അതുപോലെ തന്നെ റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓട്ടോമാറ്റിക് ഹെഡ് ലാംപ്സ് ഉണ്ടായിരിക്കും. ഇതെല്ലാം ആയിരിക്കും വരാൻ പോകുന്ന ഹുണ്ടായി i20 എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. വരാൻ പോകുന്ന ഹുണ്ടായി i20 2 പെട്രോൾ വേരിയന്റും ഒരു ഡീസൽ വേരിയന്റും ഉണ്ടാവുക. അതും BS6 എമിഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചുള്ള ഒരു എഞ്ചിൻ ആയിരിക്കും വരാൻ പോകുന്നത്. പെട്രോൾ വേരിയന്റ് ആയിട്ടുള്ള ഹുണ്ടായി i20 ആദ്യത്തെ വേരിയന്റ് എന്ന് പറയുന്നത് ഒരു 1.2 ലിറ്റർ ആയിട്ടുള്ള ഒരു കാപ്പ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. അതിന്റെ പവർ എന്ന് പറയുന്നത് 83 PS ഓഫ് പവർ ആയിരിക്കും. ടോർക്ക് എന്ന് പറയുന്നത് 115 ന്യൂട്ടൺ ഓഫ് ടോർക്ക് ആയിരിക്കും. അടുത്ത പെട്രോൾ എഞ്ചിൻ എന്ന് പറയുന്നത് 1 ലിറ്റർ ആയിട്ടുള്ള ഒരു ടെർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. ഇപ്പോൾ നോർമൽ നമ്മൾ വെന്യൂലൊക്കെ വന്നിരിക്കുന്ന ആ ഒരു പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. അതിന്റെ പവർ എന്ന് പറയുന്നത് 125 PS ഓഫ് പവറും അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 172 ന്യൂട്ടൺ ഓഫ് ടോർക്ക് ആയിരിക്കും. ഹുണ്ടായുടെ 1.4 ലിറ്റർ CRDI എഞ്ചിൻ ആയിട്ടുള്ള ആ ഡീസൽ എഞ്ചിൻ ഇനി ഉണ്ടാവുകയില്ല. അത് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുകയാണ്. ആ ഒരു എഞ്ചിന് പകരമായി 1.5 ലിറ്റർ CRDI എഞ്ചിൻ ആയിരിക്കും ഇനി വരാൻ പോകുന്ന ഹുണ്ടായി i20 ഉണ്ടാവുക. ഇപ്പോൾ സെയിം നമ്മുടെ കിയ സെൽറ്റസിന് വന്നിട്ടുള്ള ആ ഒരു 1.5 ലിറ്റർ CRDI ഡീസൽ എഞ്ചിൻ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ പവർ എന്ന് പറയുന്നത് 100 PS ഓഫ് പവറും അതുപോലെ തന്നെ ടോർക്ക് എന്ന് പറയുന്നത് 230 ന്യൂട്ടൺ ഓഫ് ടോർക്ക് ആയിരിക്കും. പെട്രോൾ എഞ്ചിനിൽ ഓട്ടോമാറ്റിക്കും മാനുവലും ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ആയിരിക്കും വരിക. പക്ഷേ ഡീസൽ എഞ്ചിന്റെ മാനുവൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്മിഷൻ മാത്രമാണ് വരിക. വരാൻ പോകുന്ന ഹുണ്ടായി i20 പ്രൈസിംഗ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5.5 ലക്ഷം തൊട്ട് 9.5 ലക്ഷം ആയിരിക്കും. എക്സ്ഷോറൂം പ്രൈസ് ആണ്. അതും എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് മാത്രമാണ്. കറക്റ്റ് ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒന്നും ഹുണ്ടായി ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. വരാൻ പോകുന്ന ഹുണ്ടായി i20 റൈവൽസ് എന്ന് പറയുന്നത് മാരുതിയുടെ ബലേനോ, ടൊയോട്ട ഗ്ലാൻസ, അതുപോലെ തന്നെ ഹോണ്ട ജാസ്, അതുപോലെ തന്നെ ഫോക്സ് വാഗന്റെ പോളോ, ടാറ്റ അൾട്രസ് എന്നീ മോഡലുകളാണ്. എന്തായാലും ടോട്ടലി ഒരു പുതിയൊരു ലുക്കിലാണ് പുതിയ ഹുണ്ടായി i20 വരുന്നത്. 2020 i20 വരുന്നത്. അപ്പൊ എന്തായാലും ആ ഒരു പുതിയ i20 ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അണ്ടിൽ ദെൻ ചാओ.